മഴ പെയ്യണ കോഴിക്കോട് കണ്ടിരിക്കുക നിങ്ങൾ ഇങ്ങോട്ട് പോരിങ്. ഇത് മിഠായി തെരുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ മിഠായി തെരുവിലെ മഴയുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര മഴ കേട്ടോ. നമ്മൾ സാധാരണ മറ്റേ ദുൽഖർ സൽമാൻ പറയുന്ന പോലെ കുളിക്കുമലയിൽ മഞ്ഞ് പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന പോലെ മിഠായി തെരുവിൽ മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കച്ചവടക്കാർക്ക് നെഞ്ചിടിപ്പാ, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും നല്ല രസമാണ്. ഇവിടെ നിന്നാൽ നമുക്ക് മഴയത്ത് നിന്ന് ഇറങ്ങി നിൽക്കാനൊക്കെ നമുക്ക് തോന്നും അല്ലേ. പക്ഷേ നമ്മുടെ ശ്രുതി നമ്മളെ വിടത്തില്ല, പുള്ളി നമ്മളെ മഴ നനയിക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുക. അതുകൊണ്ട് ശ്രുതിയോടൊപ്പം നമ്മൾ ഈ കൊടയിൽ ഇങ്ങനെ യാത്ര തുടരും. നമ്മൾ ഓരോ കടകളിലായി കയറിപ്പോകും. കാര്യം ഈ കച്ചവടക്കാർക്കൊക്കെ അവരുടെ കച്ചവടം കുറയുന്നു, ആ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളിപ്പോൾ എത്തിയത്. അപ്പോൾ നമുക്കൊരു കലാകാരന്മാർ നമുക്കൊപ്പമുണ്ട്. അതിനിടയിൽ മിഠായി തെരുവിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കച്ചവടക്കാർക്ക് ആശങ്കയുണ്ടായിരുന്നു, അതേപോലെ ഈ പൂക്കച്ചവടക്കാർക്കും. ഇന്ന് ആശങ്കകൾക്കെല്ലാം താൽക്കാലിക വിരാമം റിപ്പോർട്ടറിലൂടെ ഉണ്ടാവുകയാണ്. ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി നൽകിയ ഈ ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ഓണാശംസകൾ നേർന്നു തുടങ്ങുന്ന ഈ ദിവസം സെപ്റ്റംബർ 1-ാം തീയതി നമ്മളുടെ ഓണം വിപണിയും ഓണാഘോഷവുമെല്ലാം ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓണത്തിന് അത്തമിടാൻ പൂക്കൾ കൃഷി ഇറക്കി നിരവധി കർഷകരുടെ ആശങ്കകൾ റിപ്പോർട്ടർ TV പങ്കുവയ്ക്കുന്നു. പൂവ് നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങൾ വളരെ മനോഹരമാണ്. പക്ഷേ ആ കൃഷി ഇറക്കിയ കർഷകർ ആശങ്കയിലുമായിരുന്നു. ക്ലബ്ബുകളും മറ്റു കൂട്ടായ്മകളും ഓണാഘോഷം ഒഴിവാക്കിയാൽ ഈ പൂ കൃഷി ചെയ്തിരിക്കുന്ന കർഷകർ കൂടിയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ നിൽക്കുന്നത് ഏതോ ഒരു പൂപ്പാടത്തിന് നടുവിലാണെന്ന് തോന്നുന്നു. ഉമേഷ് ആ ആശങ്കകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മിനിസ്റ്റർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്ക് കർഷകരോട് സധൈര്യം പറയാം, ഇത്തവണ ഓണം ഉണ്ടാവും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള ആ ഓണം വാരാഘോഷം മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. സ്വകാര്യ ഇടങ്ങളിൽ ടൂറിസം വകുപ്പ് തന്നെ പ്രോത്സാഹിപ്പിച്ചവരുടെ സ്പോൺസർഷിപ്പോടുകൂടി ഓണം പരിപാടി നടക്കും. അതുകൊണ്ട് സ്കൂളുകൾക്കും ഒപ്പം തന്നെ കോളേജുകൾക്കുമൊന്നും ഓണാഘോഷം നടത്തുന്നതിന് റെസിഡൻസ് അസോസിയേഷനും തടസ്സമില്ല. അതിന് പൂർണ്ണ പിന്തുണ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, മന്ത്രിമാർ കൂടി വേണ്ടി വന്നാൽ ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടി കർഷകരെ ഒന്ന് അറിയിക്കൂ, എന്താണ് അവരുടെ അവസ്ഥ, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി പ്രേക്ഷകരെ അറിയിക്കൂ ഉമേഷ്. തീർച്ചയായും ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും നമ്മൾ മുൻ വർഷങ്ങളിലെല്ലാം ഇത്തരം ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പൂത്തോട്ടങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അത്തമിടാനുള്ള പൂക്കൾ ഒരുപാട് വളർന്നു നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ കാണിക്കുന്നത് പക്ഷേ സൺഫ്ലവറാണ്, സൂര്യകാന്തിയാണ്. അത് സൂര്യകാന്തി കാഴ്ചകൾ കുറച്ചുകൂടി മനോഹരമാണല്ലോ, അതുകൊണ്ട് നമ്മൾ സൂര്യകാന്തിയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് മാത്രം. അതായത് അത്തമിടാൻ ഉപയോഗിക്കുന്ന എല്ലാ പൂക്കളും കൃഷി ചെയ്യുന്ന ഒരിടമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇത് വട്ടപ്പാറയ്ക്ക് സമീപം ഉള്ള ഒരു സമീപമാണ്. ഒരു സഹകരണ ബാങ്കിൻ്റെ ഭാഗമായി സഹകരണത്തോടു കൂടി കാസ്കോ സൊസൈറ്റി എന്ന് പറഞ്ഞ് കർഷകരെല്ലാവരും ചേർന്ന് രൂപീകരിച്ച ഒരു സൊസൈറ്റിയുടെ ഭാഗമായി നടത്തുന്ന പൂപ്പാടമാണ് നമ്മുടെ ഈ കാഴ്ചയിൽ കാണുന്നത്. പക്ഷേ ഇവരെല്ലാം ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷവും ഇവർ ഇത്തരത്തിൽ പൂക്കൃഷി നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഈ പ്രദേശങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തി പൂ ഇവിടെ നിന്ന് നേരിട്ട് വാങ്ങിയിരുന്നു. പക്ഷേ ഇത്തവണ പൂ വാങ്ങുമോ എന്നുള്ളതാണ്. കാരണം സാധാരണ ഈ പ്രദേശങ്ങളിൽ നമ്മൾ പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത്. കൃഷിമന്ത്രിയുടെ അടക്കം പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായാണ് ഒരു 45 മുതൽ 60 ദിവസം മുൻപ് വരെ ഇവിടെ ഈ ഒരു കൃഷി, അതായത് പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ഈ പൂക്കളെല്ലാം ഇപ്പോൾ വിരിഞ്ഞ് പാകമായി വരികയാണ്. പക്ഷേ നാട്ടുകാർ അല്ലെങ്കിൽ ക്ലബ്ബുകാരെല്ലാം എത്തുമോ എന്നുള്ളതാണ്. ചെറിയ ചേച്ചിമാരുണ്ട്, ചേച്ചിമാരെല്ലാം ഇത് നോക്കി നടത്തുന്ന കർഷകരാണ്. ചേച്ചി, ഈ പൂക്കൃഷി തുടങ്ങിയപ്പോൾ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല, പൂക്കളെല്ലാം പോകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇപ്പം ചെറിയ ആശങ്കയുണ്ടല്ലേ? മഴയായതുകൊണ്ട് ഈ പൂക്കളെല്ലാം വാങ്ങാൻ ആൾ വരും എന്നൊരു പേടിയുണ്ടോ? തോന്നുന്നു. ചേട്ടൻ്റെ ഇതിൻ്റെ മെയിൻ ആൾ ചേട്ടനാണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെ, എന്തെല്ലാം കൃഷിയുണ്ട് ഇവിടെ? ഇവിടെ സൺഫ്ലവർ, സൂര്യകാന്തി, റോസ, മുല്ല, പിച്ചി ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഇപ്പോഴും നമ്മൾ മലക്കറി കൃഷിയായിരുന്നു, ഇപ്പോഴും ഇതിലേക്ക് മാറി. ഇനിയിപ്പോൾ ഈ അത്തപ്പൂക്കൾ ഉണ്ടായില്ലേ എന്ന് അറിഞ്ഞുകൂടാ ഇതിൻ്റെ ഇതുകൊണ്ട്. അതാണ് നമ്മൾ അല്പം മുൻപ് നമ്മൾ ടൂറിസം മന്ത്രിയുമായി സംസാരിച്ചു. ഇത്തരത്തിൽ സർക്കാർ ഫണ്ട് ചെയ്ത് അല്ലെങ്കിൽ സർക്കാർ പണം നൽകിയ ഒരു ടൂറിസം ആഘോഷം മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. ക്ലബ്ബുകളും മറ്റുള്ളവരും സ്വകാര്യ വ്യക്തികളും എല്ലാവരും ആഘോഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ക്ലബ്ബുകാരെല്ലാം വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അതൊക്കെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് ഇത്. ഒരുപാട് പൈസ ഇറക്കി, ഒരുപാട് പൈസ ആയിട്ടാണ്. ഒരു 10-15 ജോലിക്കാരുണ്ട്. അതെല്ലാം വെച്ചാണ് തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കൃഷി ഇറക്കിയതായിരിക്കും. പ്രതീക്ഷയോടെയാണ്, നല്ല രീതിയിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള ജോലികളാണ്. പിന്നെ വളരെ പ്രതീക്ഷയിലാണ് നമ്മളുടെ. സാധാരണ പച്ചക്കറി കൃഷിയായിരുന്നു അല്ലേ ഇവിടെ നടത്തി? ആദ്യം പച്ചക്കറിയായിരുന്നു,
ഇപ്പോഴാണ് ഇപ്പോൾ കൃഷിയിലോട്ട് വന്നത്. നമുക്ക് പൂക്കളുടെ രസകരമായ നല്ല ദൃശ്യങ്ങളുണ്ട് അരുൺ. എന്തായാലും അതിലേക്ക് കൂടി പോകണം. നമ്മൾ ആദ്യം സൂര്യകാന്തി കാണിച്ചതേ ഉള്ളൂ. സൂര്യകാന്തി കാരണം ഇത്തരം സൂര്യകാന്തി വിളഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ നമുക്ക് തമിഴ്നാട്ടിലെ ഒരു വലിയ കാഴ്ചയായിരുന്നു ഈ തെങ്കാശി ഭാഗത്തെല്ലാം. പക്ഷേ ഈ ഒരു കാഴ്ച നമ്മൾ പ്രേക്ഷകരിലേക്ക് എക്സ്ക്ലൂസീവായി എത്തിക്കുകയാണ്. കാരണം കേരളത്തിൽ തിരുവനന്തപുരത്ത് നഗരത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയാണ് ഈ ഒരു സൂര്യകാന്തി എല്ലാം വിളഞ്ഞു നിൽക്കുന്ന ഒരു പൂപ്പാടമുള്ളത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് അത്തമിടാൻ ഉപയോഗിക്കുന്ന ജെണ്ടുമല്ലി, മറ്റ് പൂക്കൾ, അതെല്ലാമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇവിടെയെല്ലാം ഇനി 60 മുതൽ 45 ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു പൂ വരുന്ന ഒരു കാലഘട്ടം. പക്ഷേ കുറച്ച് മഴ കൂടിയത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം ലേറ്റായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിലും പൂക്കളെല്ലാം വന്നിട്ടുണ്ട്. ഇത് ജെണ്ടുമല്ലി എന്ന് പറയും, മല്ലി എന്ന് പറയും, ഒപ്പം നിരവധി പേരുകളിൽ അറിയപ്പെടും അല്ലേ ഏട്ടാ? ഇതിനെ പറയും ഇത് ചേന്തി എന്ന് പറയും. ഓക്കെ ഉമേഷ്, എന്തായാലും ആ കർഷകരുടെ ആശങ്കകൾ നമ്മൾ പ്രേക്ഷകരെയും സർക്കാരിനെയും അറിയിക്കുകയാണ്. തീർച്ചയായും സർക്കാർ അക്കാര്യത്തിൽ അനുകൂലമായ നിലപാടെടുത്തു എന്നത് കർഷകർക്കും ആശ്വാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുന്ന പൂക്കൾക്ക് ആവശ്യക്കാരുണ്ട്. ഓണം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഓണം നമ്മൾ ഇത്തവണയും വൈബായി പൊളിയായി തന്നെ ആഘോഷിക്കും.